ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. D.L. മൂഡിയെക്കുറിച്ച് നാം പലരും കേട്ടിട്ടുണ്ടാകും. വളരെ പ്രശസ്തനായ ദൈവകാര്യങ്ങളിൽ പ്രയോജനപ്പെട്ട ഒരു സുവിശേഷകനായിരുന്നു, ദൈവവേലക്കാരനായിരുന്നു D.L. മൂഡി. D.L. മൂഡി യുവാവായിരുന്ന കാലത്ത് അദ്ദേഹം സ്ഥിരമായി പോയിക്കൊണ്ടിരുന്നതായ ആ ചർച്ചിൻ്റെ മുൻനിരയിലുള്ളതായ കുറേ സീറ്റുകൾ അദ്ദേഹം റിസർവ് ചെയ്തിടുമായിരുന്നു. അതിനുവേണ്ടി ഒരല്പം പൈസ മുടക്കി അദ്ദേഹം ആ സീറ്റുകൾ റിസർവ് ചെയ്തിടും. അതിനുശേഷം അദ്ദേഹം ആ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് അവിടെയുള്ള സാധാരണക്കാരും പാവപ്പെട്ടവരും ഒരുപക്ഷെ സമൂഹം അധകൃതരെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവരെ എല്ലാം ചേർത്ത് കൊണ്ടുവന്ന് ആ മുൻനിരകളിൽ ഇരുത്തി അദ്ദേഹം അവരെ വചനം കേൾപ്പിക്കുമായിരുന്നു എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. നല്ല ഒരു ലക്ഷ്യത്തോടെയാണ് D.L. മൂഡി അതിനെല്ലാം മുതിർന്നത്. എന്തായിരുന്നു ലക്ഷ്യം? തനിക്കും കർത്താവിൻ്റെ വേല ചെയ്യണം. കർത്താവിൻ്റെ വേല ചെയ്യുന്നതിലൂടെ അനേകർ ദൈവരാജ്യത്തിലേക്ക് എത്തിക്കണം, അനേകം ആത്മാക്കളെ രക്ഷയിലേക്ക് നയിക്കണം. 2026 ഈ വർഷം ഞങ്ങൾ ദൈവസന്നിധിയിൽ, ഈ വർഷം തുടങ്ങുന്നതിന് മുമ്പ് ഡിസംബർ മാസങ്ങളിൽ പീസ് മൗണ്ട് ഇന്റർനാഷണൽ മിനിസ്ട്രിയിലുള്ള ദൈവമക്കൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു, കർത്താവ് ഞങ്ങൾക്ക് 2026 ഒരു തീം, സ്വർഗത്തിൽ നിന്നൊരു ദൂത് തരണമേ, ആ ദൂതിനെ ബേസ് ചെയ്ത് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കൃപ തരണമേ. കൃപയാൽ കർത്താവ് ഞങ്ങൾക്കൊരു വാക്യം തന്നു, ഇയർ ഓഫ് പ്ലാന്റിങ്. ദ ഇയർ 2026 ഈസ് ദ ഇയർ ഓഫ് പ്ലാന്റിങ്. വിതയ്ക്കുന്ന വർഷം, നടുന്ന വർഷം. എന്താണ് വിതയ്ക്കുന്നത്? ദൈവവചനം വിതയ്ക്കുക, ദൈവിക സന്ദേശം ദേശത്തെ അറിയിക്കുക, അനേകരെ അറിയിക്കുക. റീച്ച് ദ അൺറീച്ച്ഡ്. ആരും കടന്നു ഇല്ലാത്ത സ്ഥലത്ത് ചെന്ന് അനേകരോട് ഈ സത്യസുവിശേഷം അറിയിക്കുക. ഇന്നും നമ്മുടെ ചുറ്റുപാടും സത്യസുവിശേഷം കേൾക്കാത്ത എത്രയോ ആളുകളുണ്ട്. നമുക്കും ഇറങ്ങാം. കർത്താവിന് സ്തോത്രം. വിതയുടെ വർഷമാണ് 2026 പീസ് മൗണ്ട് ഇന്റർനാഷണൽ മിനിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം. അല്ല, രക്ഷിക്കപ്പെട്ട ഓരോ ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം വിത അത് വളരെ പ്രധാനമാണ്. കർത്താവ് പറഞ്ഞു, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചത് സൗജന്യമായി കൊടുപ്പീൻ. നമ്മൾ ആരെങ്കിലും അധ്വാനിച്ചിട്ടാണോ നമുക്ക് ഈ വചനം കർത്താവ് തന്നത്? നമ്മൾ ആരെങ്കിലും ആഗ്രഹിച്ചിട്ടാണോ നമ്മൾ ഈ രക്ഷയിലേക്ക് വന്നത്? നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ച് അയ്യോ എനിക്കെങ്ങനെ യേശുവിനോട് കൂടെ പോകണമെന്ന് നാം വലിയ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചിട്ടോ ഉപവസിച്ചിട്ടോ അതിനുവേണ്ടി ദാഹിച്ചിട്ടോ ആണോ നമ്മൾ ഈ വഴിയിലേക്ക് വന്നത്? അല്ല. ലോകസ്ഥാപനത്തിന് മുമ്പ് കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തു. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകും മുമ്പേ ദൈവം നമ്മെ പേർ ചൊല്ലി വിളിച്ചു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം ആദ്യത്തെ അധ്യായത്തിൽ പറയും, നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നീ ഉരുവാകും മുമ്പേ ഞാൻ നിന്നെ കണ്ടു, ഞാൻ നിന്നെ വിളിച്ചു, ജാതികൾക്ക് അപ്പോസ്തലനായി ജാതികൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ വേർതിരിച്ചു. വി ആർ ചോസൺ ജനറേഷൻ, വി ആർ സെലക്ടഡ് പീപ്പിൾ. നമുക്ക് കോളിങ് കിട്ടിയവരാണ്, ദൈവ വിളി കിട്ടിയവരാണ്, ദൈവ വേലയ്ക്കുള്ള വിളി കിട്ടിയവരാണ്. ആ വിളി നാം അടക്കി വെക്കരുത്. വിത്ത് കട്ടയുടെ അടിയിൽ കിടക്കരുത്, പ്രയോജനമില്ല. വിത്ത് നല്ല സ്ഥലത്ത് വിധിക്കണം. വിത്ത് ദൈവവചനമാണ്, വയൽ മനുഷ്യഹൃദയമാണ്. മനുഷ്യഹൃദയമാകുന്ന വയലിൽ ദൈവവചനമാകുന്ന വിത്ത് വിതച്ച് ആ വിത്ത് മുളച്ച് കിളിർത്ത് വളർന്ന് ഫലം കായ്ച്ച് യജമാനന് 100, 60, 30 മേനിയായി വിളയുന്ന ആ അനുഭവത്തിലേക്ക് വരാൻ നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നു. 126 സങ്കീർത്തനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, അതിന്റെ 5-ാമത്തെ വാക്യം, കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. വിതയ്ക്കേണ്ടത് എങ്ങനെയാണ്? കണ്ണുനീരോടെ ആയിരിക്കണം. എങ്ങനെയാണ് കണ്ണുനീർ വരുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പ്രയർ ഹാളിൽ തിരുവചനം പറഞ്ഞുകൊണ്ട് സ്റ്റേജിൽ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് എന്തിനാണ് കണ്ണുനീർ വരുന്നത് എന്നുള്ള ഒരു കാര്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ചിന്ത തന്നു. 2 തരം കണ്ണുനീരുണ്ട്. ഒന്ന് നന്ദിയുടെയും സ്നേഹത്തിന്റെയും കടപ്പാടിന്റെയും കണ്ണുനീര്. അല്ലേ? നമുക്ക് നന്ദി കൂടി വരുമ്പോൾ നമ്മളങ്ങ് അറിയാതെ കരയും. അത് ദുഃഖമല്ല, അത് വിഷമം കൊണ്ട് കരയുന്നതല്ല, അത് യേശുവിനോടുള്ള നന്ദി. കർത്താവേ, അവിടുന്ന് എന്നെ സ്നേഹിച്ചല്ലോ,
ഈ നിസ്സാരനായ എന്നെ കണ്ടല്ലോ. കർത്താവ് എന്നെ പേർ ചൊല്ലി വിളിച്ചല്ലോ. കർത്താവ് എന്നിൽ ആശ വെച്ചല്ലോ. ഒരു പ്രതീക്ഷയും എനിക്ക് എന്നെക്കുറിച്ച് പോലും ഉണ്ടായിരുന്നില്ല. എന്നെക്കുറിച്ച് മറ്റുള്ളവർക്ക് പ്രതീക്ഷയില്ലായിരുന്നു. എന്നാൽ എന്നിൽ ആശ വെച്ച്, എന്നിൽ പ്രതീക്ഷ വെച്ച് എന്നെ പേർ ചൊല്ലി വിളിച്ച യേശു. ഞാനതിങ്ങനെ അധികം പറഞ്ഞാൽ ഞാൻ അറിയാതെ കരഞ്ഞു. എൻ്റെ കണ്ണു നിറയും. കാരണം നടത്തിയ വിധങ്ങൾ ഓർത്താൽ നന്ദിയല്ലാതെ പറയാനൊന്നുമില്ല. ഒന്നും അഭിമാനിക്കാനുണ്ടായിരുന്നില്ല, ഒന്നും. എന്നാൽ കർത്താവ് സ്നേഹിച്ചു, കർത്താവ് വിളിച്ചു, കർത്താവ് പേർ ചൊല്ലി വിളിച്ചു, കർത്താവ് സ്നേഹിച്ചു. തക്ക സമയത്ത് കോർണർ ചെയ്ത് കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ മേൽ കർത്താവ് പകർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സ്നേഹം അത് വലുതാണ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവിനോട് എനിക്ക് നന്ദിയുണ്ട്. എനിക്ക് വലിയ നന്ദിയുണ്ട്. എനിക്ക് വലിയ സ്നേഹമുണ്ട് എൻ്റെ യേശുവിനോട്. എനിക്ക് എൻ്റെ യേശുവിനോട് വലിയ കടപ്പാടുണ്ട്. കാരണം നശിച്ചു പോകേണ്ട എന്നെ കർത്താവ് സ്നേഹിച്ച് ഈ രക്ഷയിലേക്ക് നയിച്ചു. ചെറിയ കാര്യമാണോ അത്? അല്ലല്ല. ഒരു മനുഷ്യൻ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം. നിത്യശിക്ഷയിൽ നിന്നും നിത്യരക്ഷയിലേക്ക് കർത്താവ് കരം പിടിച്ചുയർത്തി. അതിൻ്റെ യേശു വില കൊടുത്തു. ഞാൻ വില കൊടുത്തില്ല. ഞാനൊരു തീരുമാനം പറഞ്ഞു, ഞാനൊന്ന് വിശ്വസിച്ചു, അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ വില കൊടുത്ത എൻ്റെ യേശുവാണ്. കാൽവറിയിൽ അവസാന തുള്ളി രക്തം വരെയും എനിക്ക് വേണ്ടി ഓരോ തുള്ളി രക്തവും ഊറ്റിത്തന്ന് എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തൊരു യേശുവുണ്ട്. എൻ്റെ കടച്ചീട്ട് കീഴിത്തന്നൊരു യേശുവുണ്ട്. എണ്ണിയാൽ തീരാത്ത പാപങ്ങൾ എനിക്ക് ക്ഷമിച്ചു തന്നൊരു യേശുവുണ്ട്. ആ യേശുവിനെ സ്നേഹിക്കണ്ടേ പ്രിയരെ? പ്രിയ മകനെ, പ്രിയ യൗവനക്കാര, പ്രിയ സഹോദര, നിരാശയിൽപ്പെട്ടിരിക്കുന്ന പ്രിയ സഹോദരി, മരിച്ചാൽ മതിയെന്നോർത്ത് കഴിയുന്ന പ്രിയ യുവാവേ, നിന്നെ യേശു സ്നേഹിക്കുന്നു. നിന്റെ പേരേശുവിനറിയാം, നിന്റെ വിഷമം യേശുവിനറിയാം. മോനെ, നിന്റെ ഹൃദയം മുറിഞ്ഞിരിക്കുകയല്ലേ? ഒരുപക്ഷെ കത്തി കൊണ്ടോ ഏതെങ്കിലും ആയുധം കൊണ്ടോ അല്ല, സ്നേഹിച്ചവരിൽ നിന്ന് വന്നതായ മുറിപ്പാടുകൾ. കരുതുമെന്ന് കരുതിയവർ കരുതാതിരുന്നപ്പോൾ, ഇല്ലേ? പാട്ടുകാരൻ പാടും, കരുതുമെന്ന് ഞാൻ കരുതിയോർ അവർ പലരും കരുതിയില്ല, വന്നില്ല കാണുവാൻ. കരഞ്ഞു ഞാൻ എൻ്റെ ഭാരത്താൽ, അരികിൽ വന്നവൻ സ്നേഹത്താൽ. എന്തൊരു പാട്ടാണ്! കരുതും എന്നു ഞാൻ കരുതിയോർ ആരും വന്നില്ല കാണുവാൻ. കരഞ്ഞു ഞാൻ എൻ്റെ ഭാരത്താൽ, അരികിൽ വന്നവൻ സ്നേഹത്താൽ. അല്ലേ? കരുതുമെന്ന് നാം പലരും പ്രതീക്ഷ വെച്ചു, പക്ഷെ കരുതിയില്ല. പലരും നമ്മെ സ്നേഹിക്കുമെന്ന് നാം പ്രതീക്ഷിച്ചു, പക്ഷെ സ്നേഹിച്ചില്ല. പക്ഷേ അതെല്ലാം ഓർത്ത് കരഞ്ഞപ്പോൾ യേശു അരികിലേക്ക് വന്നു. യേശു അല്ലേ നമ്മെ സ്നേഹം കൊണ്ട് വീർപ്പ് മുടിച്ചത്? അതുകൊണ്ട് യേശുവിനോട് നന്ദി വേണം മരണത്തോളം. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 19ാമത്തെ വയസ്സിൽ എന്നെ മാനസാന്തരത്തിലേക്ക് നടത്തിയ എൻ്റെ കർത്താവിനോട് എനിക്ക് നന്ദിയുണ്ട്. ഇന്നെനിക്ക് 55 വയസ്സുണ്ട്. പക്ഷേ എൻ്റെ കർത്താവിനോട് എനിക്ക് സ്നേഹമാണ്. ഓരോ ദിവസവും സ്നേഹമാണ്. ഓരോ ദിവസവും നന്ദിയാണ്. ഞാൻ തികഞ്ഞിട്ടൊന്നുമല്ല, ഞാനൊരു പൂർണ്ണ വിശുദ്ധനൊന്നും ആയിട്ടല്ല. പക്ഷേ ആ പാതയിൽ കർത്താവ് എന്നെ നിർത്തിയിരിക്കുകയാണ്. എനിക്ക് നല്ല ഉറപ്പാണ്. എനിക്ക് ഇന്ന സഭയെന്നോ ഒരു സഭ വ്യത്യാസം എനിക്കില്ല. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ലോകമെമ്പാടുമുള്ള ദൈവ മക്കളെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. ലോകമെമ്പാടും യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തിൽ അടിസ്ഥാനപ്പെട്ട് യേശുവിൻ്റെ മഹത്വമുള്ള വേല ചെയ്യുന്ന കർത്താവിൻ്റെ വിലപ്പെട്ടവരായ കർത്താവിൻ്റെ ദാസന്മാരെ ഞാൻ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. കാരണം ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ തിരുവചനത്തിലുണ്ട്. ഏറ്റവും ശ്രേഷ്ഠരാണ് അവര്. ഇന്ന് ലോകത്തിനവര് വില കുറഞ്ഞവരാണ്, അല്ലേ? ആർക്കും തല്ലാം, ആർക്കും തുപ്പാം, ആർക്കും തൊഴിക്കാം, ആർക്കും ഇല്ലാത്ത കേസ് തലയിൽ കെട്ടിവെക്കാം, ജാമ്യമില്ലാത്ത കേസ് വേണമെങ്കിൽ ചുമത്താം, എല്ലാം ചെയ്യാം. പക്ഷേ അവർക്കൊരു നാഥനുണ്ട്, അവർക്കൊരു ഉടയവനുണ്ട്. എന്നും പീഡനത്തിൻ്റെ കാലമല്ല, എന്നും താഴ്ചയുടെ കാലമല്ല, എന്നും പരാജയത്തിൻ്റെ കാലമല്ല, എന്നും പിശാച് ജയിക്കുന്ന കാലമല്ല, എന്നും ദുഃഖവെള്ളിയാഴ്ചയല്ല. ഒരു ഉയർപ്പ് ഞായറാഴ്ച വരുന്നുണ്ട്. അന്ന്
കല്ലുകൾ മാറും. അന്ന് കല്ലറകൾ തുറക്കും. ഹല്ലേലൂയ. ഓ, മരിച്ചു, എല്ലാം തീർന്നു എന്ന് യഹൂദന്മാർ കരുതി, റോമൻ സർക്കാർ കരുതി. പക്ഷേ ആ കല്ലറ തുറന്നു. മരണമേ എന്നിട്ട് ജയമെവിടെ? മരണമേ എന്നിട്ട് വിഷമുള്ളവിടെ എന്ന് ചോദിച്ചുകൊണ്ട് മരണത്തെയും പാതാളത്തെയും ജയിച്ച് ജയാളിയായ എൻ്റെ യേശു ജീവിക്കുന്നു. മരണമേ നിന്റെ ജയമെവിടെ? പാതാളമേ നിന്റെ വിഷമുള്ളവിടെ? കർത്താവിന്റെ സ്തോത്രം. ആ യേശുവിന്റെ സാക്ഷിയാകാൻ മകനെ നിന്നെയും വിളിക്കുന്നു. വിതയ്ക്കാൻ വിളിക്കുകയാണ്. ഓ, ധാരാളം വിത്തുകളുണ്ട്. കർത്താവിന്റെ സന്നിധിയിൽ വിത്തുകളുണ്ട്. പക്ഷേ എന്ന് ചുറ്റുപാട് നോക്കിയാൽ ജനം വലഞ്ഞു കഴിയുന്നു, പട്ടിണിയിൽ കഴിയുന്നു. ഞാൻ പറഞ്ഞത് ആഹാരത്തിന്റെ പട്ടിണിയല്ല, അതിലുപരിയായി ആത്മീയ പട്ടിണി. വലഞ്ഞു കഴിയുകയാണ്. കുടുംബങ്ങളിൽ സമാധാനമില്ല, യൗവനക്കാർക്ക് സ്വസ്ഥതയില്ല. ഒരിറ്റ് സമാധാനം കിട്ടാൻ വേണ്ടി മദ്യത്തിന് മയക്കുമരുന്ന് അടിമകളായി അനേകർ കഴിയുന്നു. എന്നാൽ സ്വർഗീയ ഭോജനം കൊടുക്കുവാൻ, അവർക്ക് ജീവന്റെ വചനം കൊടുക്കുവാൻ ആരുണ്ട്? കർത്താവാണ് ചോദിക്കുന്നത്, ആരുണ്ട്? പറയാമോ, നാഥ എന്നെ വിശുദ്ധീകരിക്കണമേ, ഞാൻ പോകാം, കൊയ്ത്തിനായി നിലം വിളഞ്ഞിരിക്കുന്നു. മറക്കല്ലേ, കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. മറക്കല്ലേ, ഈ 2026 ഇയർ ഓഫ് പ്ലാന്റിങ്, നടുന്ന വർഷമാകട്ടെ, വിതയ്ക്കുന്ന വർഷമാകട്ടെ, പുതിയ ആത്മാക്കളെ നേടുന്ന വർഷമാകട്ടെ. അങ്ങനെ ആത്മാക്കളെ നേടിയാൽ അതിന് പ്രതിഫലമുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രതിഫലം. അതിന് കർത്താവ് ഭാഗ്യം നൽകട്ടെ, അതിന് കർത്താവ് ഇടയാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥന വിഷയങ്ങളോ ആത്മീയമായ ഏതെങ്കിലും ഗൈഡൻസോ സംശയങ്ങളോ തീർക്കാനുണ്ടോ? തീർച്ചയായും ഞങ്ങളെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തീർച്ചയായും കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് ഉത്തരം തരും. യേശു നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.